ഇവന്മാർ വന്നിട്ട് നീ ഷെയ്ക്കിനും ഇതിന് പറയുള്ളൂ കൂടിയോളൂ നിനക്ക്. ഇങ്ങനെയൊക്കെയാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതാ കാണണേ. കാണുമ്പോ തന്നെ ചിരി വരും. ഞാൻ ഇന്നലെ അസൻസിയുടെ കാര്യം ഇങ്ങനെ സ്റ്റോറി ഇട്ടപ്പം ഐ നീഡ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എടുത്തു നോക്കിയപ്പോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചി ഇറക്കൻ അവൻ ഏതോ ബൈക്കിന്റെ മണ്ടേ കയറാൻ വേണ്ടി സ്റ്റൂൾ എടുത്ത് ബൈക്കിനോട് ചേർത്ത് വെച്ചിരിക്കുന്നു. അവന് ഞാൻ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടില്ലേ, സ്റ്റോറി ഇട്ടത് ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ, എനിക്കൊരു പയ്യൻ കൊണ്ടുവന്നിട്ട് ഈ പറയണത് പോലെ ഷെയ്ക്കിന്റെ ഗ്രൂപ്പില് ഒരു പയ്യൻ വന്നിട്ട് ഞാനേ ഈ ഈഗിളിന്റെ DME പോയിട്ട് ഞാൻ നല്ല വിളിക്കാൻ പോവാ. അവന്റെ ലൈവ് കാണുമ്പോ എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വരും, ഇവനെ കാണുമ്പോ തന്നെ എനിക്ക് ചൊറിഞ്ഞു വരും എന്ന് പറഞ്ഞിട്ട് ഇവൻ ഓടി കേട്ടോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ സ്ക്രീൻഷോട്ട് ഞാൻ ചുമ്മാ അന്നേരം ആ സ്ക്രീൻഷോട്ട് കണ്ടപ്പം ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പോ 2 വട്ടം വിളിച്ചപ്പം ഇവൻ കട്ടാക്കിയപ്പം ഇവൻ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയുവാ പ്രൂഫ് കാണിക്കാനോ? കാണിക്കാം. പിന്നെന്താ ഈ പ്രൂഫ് എന്ന് ചോദിക്കുന്ന ആരാന്നറിയാലോ നിങ്ങക്ക്. ബാങ്ക് ബാലൻസ് തൊട്ട് മറ്റേ വീട്ടിലെ എല്ലാ നിന്റെയൊക്കെ മെസ്സേജ് കണ്ടറിയാം നീയൊക്കെ എവിടുന്നാ വരുന്നതെന്ന്. ബാങ്ക് ബാലൻസ് കാണിക്കണം, വീട്ടിൽ ഇത് മേടിച്ച ഷഡ്ഡി അലക്കിയിട്ടുണ്ടോ, ഷഡ്ഡി അലക്കുന്നത് കാണിക്കണം. അങ്ങനത്തെ അവന്മാരാണ് നീ, മനസ്സിലായ? അങ്ങനത്തെ കുറച്ച് അവന്മാർ നിന്നെയൊക്കെ ഇത് ഞാൻ വോയിസ് കേൾപ്പിച്ചു തരാം. ഇവ കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ടല്ലോ, ഞാൻ കേൾപ്പിച്ചു തരാം. സോറി അണ്ണ. അങ്ങനെയല്ല ശ്വാസം ഇങ്ങനെയാ പറയുന്നത്. നീയാണ മുത്ത്. എനിക്ക് ചോർത്തി തന്നവൻ എനിക്ക് നമ്പർ അയച്ചു തന്നത് നീയാണോ ചെറുക്കൻ മോനെ? നീ അല്ലേ ഇത് കേക്കാതെ നോക്കണേ. സോറി ഇവന്റെ ഓഡിയോ കേൾക്കണോ നിങ്ങക്ക്? എന്തായാലും ദാമു ബേബി വരില്ല. അതെന്തോ ഈകളെന്തോ വള്ളടിച്ച് പറഞ്ഞായിരിക്കും. 2 എണ്ണം കുടിച്ചിട്ട് വന്ന് പറഞ്ഞായിരിക്കില്ലേ എലുവിനെങ്കിൽ. അല്ലാതെ എന്ത് ദാമു ബേബി ഒന്നും വരില്ല. അപ്പൊ നോക്കി പറഞ്ഞില്ലേ ദാമു ബേബി എന്തോ പീശയൊക്കെ വിറ്റെന്ന്. എന്തായാലും ദാമു ബേബി വരില്ല, ഞാൻ വെള്ളം അടിച്ചിട്ട് വന്നിരുന്ന് പറഞ്ഞതാണെന്ന്. എടാ ഇവന്മാരുടെ പിള്ളേര് പോലും ഇങ്ങനെ വിശ്വസിച്ചിരിക്കുവാണ് ദാമു പീപ്പി വരില്ല എന്ന്. മനസ്സിലായ? ദാമു പീപ്പി വരില്ല, ഇവരെ അങ്ങനെയാ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദാമു വരത്തില്ല. എടാ ദാമുവിനോട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ദാമു ഈ പറഞ്ഞ പോലെ ദാമുവാണ് ഇവന്മാരെല്ലാം വലിച്ചിറക്കിയതും ഇതാക്കിയതും എല്ലാം. അത് മനസ്സിലാക്കാനുള്ള ഇതാര് ഇവിടെ വലിയ പ്രശ്നങ്ങൾ സ്നൈപ്പ് എല്ലാരും ഉണ്ടല്ലോ. സ്നൈപ്പ് അതെന്താണ് ഒരു പൊട്ടുന്ന കുപ്പിയുടെ ശബ്ദം കേട്ടേ? അത് വെള്ളം എന്നെ ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളൂ കുറച്ച് മുന്നേ. ഇവിടെ സ്നൈപ്പ്, ബോബ്, ആഷ്, വേറെ ആരെല്ലോ? ഇതാരും കെവിനാ? എടേ നീ ജീവനോടോ? നീ വെള്ളോടിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ ഇതിനകത്തോട്ട് വന്നത്. ഇല്ല എനിക്ക് പനിയാണ്, എനിക്ക് വയ്യായിരിക്കും. അപ്പൊ പറയാ വെള്ളം അടിച്ചിട്ട് വന്ന് ഇത് പറഞ്ഞതാണ്. എന്നാലും ഞാൻ ചോദിച്ചത് നിന്റെ അടുത്ത്, ഞാൻ ലൈവ് ഇടുന്ന ദിവസം ഇതൊന്നും ഉപയോഗിക്കാറില്ല കേസ്. ഞാനൊന്നും ഇതൊന്നും ഉപയോഗിക്കാത്ത ഇതൊന്നുമല്ല. ഞാൻ സർക്കാർ സ്ഥാപനത്തിൽ പോയി നേരെ നല്ല ബിവറേജിൽ പോയി ക്യൂ നിന്ന് സാധനം മേടിക്കുന്നവനാണ് ഞാൻ. അല്ലാതെ ഞാൻ മറ്റേ പകൽമാന്യം കളിക്കാറില്ല ഞാൻ. പക്ഷെ ലൈവ് ഇടുന്ന സമയത്ത് ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് വന്ന് ലൈവ് ഇടേണ്ട ആവശ്യം എനിക്ക് ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല. ലൈവ് ഇടുക എന്നുള്ളൊരു പരിപാടി ഞാൻ ചെയ്യത്തില്ല. ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഒരു ജോലി പോലെയാണ്. അത് ഞാൻ മര്യാദയ്ക്ക് ചെയ്യും. മനസ്സിലായ? ഡിസ്ക്ലൈമർ ഇതൊന്നും വാങ്ങിച്ചുപയോഗിക്കുന്നത് ശരീരത്തിന് മദ്യം വിഷമാണ്, കുടിക്കരുത്. അപ്പൊ ഉണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്ന കാര്യം ഇതാണ്. അതായത് ഇവർ ഈ ലൈവ് വന്നിരുന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കും. അതായത് മോനെ ഇതും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, അവൻ കംപ്ലീറ്റ്ലി പറഞ്ഞത് തെറ്റാ, ദാമു എന്ന് പറയുന്ന ഒരാളെ വരുന്നില്ല, ഇതൊക്കെ ചുമ്മാതാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അതെ അത് തന്നെ ബിസിനസ് മീറ്റിംഗിൽ ചെറുതൊരടിക്കും. അത് ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രം ബിസിനസ് മീറ്റിംഗിൽ ചെറുതൊരടിക്കും. ഓക്കെ, അപ്പൊ
ഇവരിങ്ങനെ ഇത് വന്ന് പറഞ്ഞു കൊടുക്കും. ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പിള്ളേർ ഇത് കേട്ടിട്ടുണ്ടല്ലോടാ, ഈ പിള്ളേർ ഇത് കേട്ടിട്ട് ഇവർ ഭയങ്കര കൊച്ചു പിള്ളേരാ. അതായത് എനിക്ക് വരുന്ന മോസ്റ്റ് ഓഫ് ദ എൻ്റെ അത് കൊച്ചു പിള്ളേർ ഓഡിയൻസ് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. കൊച്ചു പിള്ളേർ ഓഡിയൻസ് ഒക്കെ ഉണ്ട്. ഓഡിയൻസ് ഉള്ളതിൽ മജോറിറ്റി അല്ല അവർ, മൈനോറിറ്റിയാണ് അവർ. ഞാൻ എൻ്റെ എല്ലാ യൂട്യൂബിൻ്റെ ഇതിലും അതിൻ്റെ സ്റ്റാറ്റസും എല്ലാം ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാ, ഇതാക്കിയിട്ടുള്ളതാ. അന്നേരം ഞാൻ പറഞ്ഞ ഇതിന് കൂടുതലും പിള്ളേരായതുകൊണ്ട് ഈ പിള്ളേര് ഇത് കേട്ട് ഇൻഫ്ലുവൻസർ ആയിട്ട് നേരെ വൈകുന്നേരം ആകുമ്പോൾ ഈ പറയണത് പോലെ ഇവന്മാരുടെ മൈൻഡ് തോട്ട് എന്ന് പറഞ്ഞാൽ നേരെ വന്ന് തള്ളക്കി വിളിക്കണം, തന്തയ്ക്ക് വിളിക്കണം, എൻ്റെ മെസ്സേജ് ഫേക്ക് അക്കൗണ്ടിൽ ഇടണം. ഇതാണ് ഇവന്മാരുടെ സ്ഥിരം പരിപാടി. ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് നേരെ വന്നിട്ട് BP എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും.